പൊട്ടൻഷ്യലായിട്ട് അവസാന ഡെറിവേഷൻ ആണ്. അപ്പൊ അതില് അടുത്ത് പറയേണ്ടതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ഡൈപോൾ. ഒരു പോയിന്റില് ഒരു ഡൈപോൾ ക്രിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ കാണും. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ഡൈപോൾ എടുത്ത് എ ബി ആണ് പേര്. അപ്പം എയിൽ ഒരു ചാർജ് ഉണ്ട്, മൈനസ് ക്യൂ ചാർജ്, ബിയിൽ മറ്റൊരു ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ ചാർജ്, രണ്ട് ചാർജ് ഉണ്ട്. അടുത്ത് സെന്റർ സി ആണ്. സിയിൽ നിന്നും 6 ഡിസ്റ്റൻസ് ആണ് പോയിന്റ് എടുത്തു, ഒ എടുത്തു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താണ്, ഈ ഡോട്ടഡ് ലൈൻ 6 ആണ്. ചരിഞ്ഞാണ് ഇരിക്കുന്നത്, തീറ്റ ആംഗിൾ ചരിഞ്ഞായിരിക്കുന്നത്, തീറ്റ ആംഗിൾ ചരിഞ്ഞായിരിക്കുന്നത്. ഒ എന്ന പോയിന്റ് എടുത്തു. ആദ്യം എയിൽ നിന്ന് ഒയിലേക്ക് ഡിസ്റ്റൻസ് R1, ബിയിൽ നിന്ന് ഒയിലേക്ക് ഡിസ്റ്റൻസ് R2. എനിക്ക് എന്താണ് പിടിക്കേണ്ടത്, ഈ ഡൈപോള് ഓയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാണും. ഈ ഡൈപോള് ഓയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാണും. അതെങ്ങനെയാ കാണുന്നത്, ഇവിടെ 2 ചാർജ് ഉണ്ട്. ആദ്യം മൈനസ് ക്യൂ ചാർജ് ഓയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാണും. അടുത്ത് എന്ത് കാണും, പ്ലസ് ക്യൂ ചാർജ് ഓയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കാണും. എന്നോട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇവിടെ ഓർക്കേണ്ട കേസ്, ഇവിടെ ഫസ്റ്റ് റിയാക്ടറിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഇന്റൻസിറ്റി. അവിടെ നമ്മള് ഇലക്ട്രിക് ഇന്റൻസിറ്റി ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതാറുള്ളൂ. എന്തെടുക്കില്ല, അതിന്റെ സൈൻ എടുക്കില്ല. മറന്നുപോലെ സൈൻ എടുക്കില്ല. നമ്മുടെ വെക്ടർ ക്വാണ്ടിറ്റി അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കും. എന്നിട്ട് നമ്മൾ അവസാനം ഡയറക്ഷൻ ആണ് പറയുന്നത്. മൈനസ് ക്യൂ വന്നാലും പ്ലസ് ക്യൂ വന്നാലും നമ്മൾ ക്യൂ എടുക്കും. പക്ഷെ ഇവിടെ പൊട്ടൻഷ്യൽ സ്കെയിലർ ക്വാണ്ടിറ്റി അങ്ങനെയല്ല. മൈനസ് ക്യൂ വന്നാൽ മൈനസ് ക്യൂ ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. പ്ലസ് ക്യൂ ആണെങ്കിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ്. അത് വ്യത്യാസമുണ്ട്. അവിടെ അങ്ങനെയല്ല എടുക്കുന്നത്. അവിടെ നമ്മൾ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത് കേട്ടോ അവിടെ. ശരി, ഓക്കെ. നമുക്ക് ആദ്യം ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താണ്ട്. എന്താ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, നമ്മള് ഈ OC എന്ന ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഈ എയിൽ ഇവിടെ ഈ പോയിന്റ് ഇതൊരു എക്സ്റ്റെൻഡ് ചെയ്ത് ഡി എന്ന് പറയാം. ഇവിടെ നിന്ന് ഇതിലേക്ക് ഒരു നോർമൽ വരച്ചു. അപ്പൊ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ 90. ഇത് നമ്മൾ എന്ത് പറഞ്ഞു, ഡി എന്ന് പറഞ്ഞു. എന്താ പറയുന്നു, ഡി. ഈ ആംഗിൾ 90 ആണ്. അതുപോലെ ബിയിൽ നിന്ന് OCയിലേക്ക് ഒരു ലൈൻ വരച്ചു. കാരണം തിരിച്ചു പറയാം, OCയിൽ നിന്ന് ബിയിലേക്ക് ഒരു നോർമൽ വരച്ചു. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്, 90 ആണ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഇ എന്ന് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇ എന്ന് കൊടുത്തു, ഇ. ഇനി നോക്കിക്കേ, ചില മാറ്റം കൊണ്ട് ഈ ഫിഗറിൽ നിന്ന് ഫ്രം ട്രയാങ്കിൾ ACD, ACD, ഇത് തീറ്റ ആയതുകൊണ്ട് ഇതും തീറ്റയാണ്, ഓപ്പോസിറ്റ് ആംഗിളാ. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കോസ് തീറ്റ കാണുന്നു. കോസ് തീറ്റയാണ്. കോസിനുള്ള ഫോർമുല എന്താണ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോടെനീസ് ആണല്ലോ. അപ്പം 90ക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോടെനീസ് വരുന്നത്. ഹൈപ്പോടെനീസ് ഏതാണ്, AC. തീറ്റയ്ക്ക് അടുത്തുള്ള ഏതാണ്, CD. ഓക്കെ. എന്താ AC എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ AB എന്ന് പറഞ്ഞാൽ ഡൈപോൾ ലെന്ത്, അത് 2A ആണ്. AB എന്ന് പറഞ്ഞാൽ ഡൈപോൾ ലെന്ത് 2A ആണ്. അതിന്റെ പകുതിയാണ് AC. അപ്പൊ AC എന്താണ്, A. ACA. BC എന്താണ്, A. ഇവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, CD cos തീറ്റ ഈക്വൽ ടു AC. സൈൻ തീറ്റയാണ് വിളിക്കേണ്ടത്. Adjacent by hypotenuse. ശരി, അത് ഇവിടെ എന്ത് കാണുന്നു, ഫ്രം ട്രയാങ്കിൾ AC നിന്ന് കോസ് തീറ്റ കാണുന്നു. കോസ് തീറ്റ കാണുന്ന ഫോർമുല എന്താണ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോടെനീസ് ആണല്ലോ. അപ്പം തീറ്റ ഹൈപ്പോടെനീസ് എന്ന് പറഞ്ഞാൽ 90ക്ക് ഓപ്പോസിറ്റ്, ഈ 90ക്ക് ഓപ്പോസിറ്റ്. അപ്പൊ ഹൈപ്പോടെനീസ് എന്ത് വരും, AC. അഡ്ജസന്റ് ബൈ ഹൈപ്പോടെനീസ്. അപ്പൊ അഡ്ജസന്റ് ഏതാണ്, CD. ബൈ ഹൈപ്പോടെനീസ് ഏതാ, AC. ഇത് ഇങ്ങനെ ക്രോസ്. അപ്പൊ എന്ത് കിട്ടി, AC cos തീറ്റ, AC cos തീറ്റ ഈക്വൽ എന്താണ്, CD എന്ന് കിട്ടി. ആരാ AC എന്ന് പറഞ്ഞ, ടോട്ടൽ AB അല്ലേ, ഡൈപോൾ എന്തല്ലേ 2A, അതിന്റെ പകുതിയല്ലേ ഉള്ളൂ. അപ്പൊ AC ആരാ,
എ, ബി സി ആരാ എ. അപ്പൊ എ സി എ ആണ്. എ കോസ് തീറ്റ ഈക്വൽ ടു സി ഡി. അടുത്തെന്താ വരുന്നത്? ഇതുപോലെ നമ്മളെ വേറൊരു ടൈം എടുത്തു. ഫ്രം ട്രയാങ്കിൾ ഈ ട്രയാങ്കിള് ബി ഇ സി എന്ന് പറയാം. എന്താ എടുക്കാം? വേണേ ബി സി എന്ന് പറയാം. അവിടെ എന്ത് കാണുന്നു? കോസ് തീറ്റ കാണുന്നു. എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോടെനീസ്. 90ക്ക് ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോടെനീസ്. അപ്പൊ എന്താ വരുന്നത്? ബി സി ഹൈപ്പോടെനീസ് ആണല്ലോ. തീറ്റയ്ക്ക് അടുത്തുള്ള അഡ്ജസന്റ് ഏതാണ്? സി. അപ്പൊ അഡ്ജസന്റ് സി, ഹൈപ്പോടെനീസ് ഏതാണ്? സി ബി. ക്രോസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? സി ബി കോസ് തീറ്റ ഈക്വൽ ടു സി ഇ എന്ന് കിട്ടും. ആരാ സി ബി? ഫിഗറിലുണ്ട്, എ ആണ്. അപ്പൊ എന്താ? എ കോസ് തീറ്റ ഈക്വൽ ടു സി ഇ എന്ന് കിട്ടി. അതായത് സി ഡി എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ, സി എന്ന് പറഞ്ഞാലും എ കോസ് തീറ്റ. ഇനി ഒരു അസംഷൻ ആണ്, അതാണ് ഇതിന് ഇമ്പോർട്ടന്റ്. അസംഷൻ ഇത്രയും കിട്ടിയ ബാക്കി ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ എന്താ ഈ അസംഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ ഏകദേശം ഞാൻ ഇവിടെ മോളിൽ പറയാം, ഇവിടെ പറയാം. ഫിഗർ നോക്കുമ്പോൾ ഏകദേശം ഒ എ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഒ ഡി. ഉണ്ടായിരുന്നോ? ഒ എ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഒ ഡി. അത് ഫിഗർ നോക്കുമ്പോൾ ഏകദേശം ഈക്വൽ ആയിട്ട് തോന്നും. എന്തുകൊണ്ടാണ് ഈക്വൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്? കാരണം രണ്ടുപേരും ഒ എന്ന പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എ ഡി എന്ന ലൈനിലാണ് അവസാനിക്കുന്നത്. ഒരു സ്ട്രേറ്റ് ലൈനിൽ അവസാനിക്കുന്നു. സെയിം പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈനിൽ അവസാനിക്കുന്നു. അതുകൊണ്ടാണ് ഏകദേശം എന്ന് പറയുന്നത് ഈക്വൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒ എ എത്രയാണ്? ഫിഗറിലുണ്ട് ഒ എ R1 ആണല്ലോ. R1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ കാണാം? R1 ഓഡിക്ക് ഈക്വൽ അല്ലേ? ഓഡി എങ്ങനെ എഴുതാം? ഒ സി പ്ലസ് എന്ത് എഴുതാം? സി ഡി എഴുതാം. അതിനിവിടെ എഴുതാമേ. ഓഡി നമുക്ക് എങ്ങനെ എഴുതാം? OD is equal to OC plus എന്താണ്? CD. അപ്പം OD is equal to OC എന്താ? ഫിഗറില് R. CD ആരാ? A cos theta. അതിനെടുത്ത് ഇവിടെ ഏതാണ്? OD ആർക്ക് ഈക്വലാ? OA ക്ക് ഈക്വലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? OA is equal to OD is equal to OA എന്ന് പറഞ്ഞാൽ R1 ആണല്ലോ. OA is equal to OD. അപ്പൊ R1 is equal to ODയുടെ വാല്യൂ എത്രയാണ്? R plus A cos theta. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പഠിക്കുക. ഇത്രയും പഠിക്കേണ്ട ഏതിന്റെ ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ കാണാൻ പഠിക്കുക. അതുപോലെ ഇവിടെ വരുന്നു. ഇവിടെ നോക്കുമ്പോൾ OE ഇവിടെ എഴുതാം. OE is almost equal to OB. നേരത്തെ പറഞ്ഞ സെയിം റീസൺ. OE is almost equal to OB. റീസൺ എന്താ? ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ലൈനിൽ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഒന്ന് ഓൾമോസ്റ്റ് ഈക്വൽ. ഓക്കെ, നേരത്തെ ഇതുപോലെ OB എങ്ങനെ കാണാം? OB എങ്ങനെയാ? സോറി, OB അല്ല, OE. OE ഇത്രയല്ലേ? എങ്ങനെ കാണാം? ടോട്ടൽ എത്ര വരുന്നത്? OC. ടോട്ടൽ OC. അതായത് ഇത് ഇത്രയും പാർട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ടോട്ടൽ OC എന്ത് മൈനസ് ചെയ്യാം? CE മൈനസ് ചെയ്യാം. അപ്പൊ OE ഈസ് ഈക്വൽ ടു OC എത്ര? R മൈനസ് CE എത്രയാണ്? A cos theta ആണല്ലോ. നമുക്ക് എന്തറിയാം? OB ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്താണ്? OE ആണ്. OB ആരാ? ഫിഗർ നോക്കി അറിയാൻ പറ്റും. R2. എങ്ങനെ കാണാം? OE എങ്ങനെ കാണും? R മൈനസ് A cos theta. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പഠിക്കാം. R1 എന്ന് പറഞ്ഞാൽ R plus A cos theta, R2 എന്താണ്? R minus A cos theta. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പഠിക്കാം. ബാക്കി ആൻസർ ആയി. നമ്മൾ ആദ്യം എന്ത് കാണുന്നു? മൈനസ് ക്യൂ ഓയിൽ വരുന്ന പൊട്ടൻഷ്യൽ കാണുന്നു. അപ്പൊ എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് O ഡ്യൂ ടു മൈനസ് ക്യൂ. അതിന് പേര് കൊടുക്കാം, V1 എന്ന് കൊടുക്കാം. എന്താ? ഒരു ചാർജ് ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ ആണ് ഫോർമുല. കുറച്ച് നേരത്തെ പറഞ്ഞു. ഒരു കോൺസ്റ്റന്റ് 1/4πε0. ഏത് ചാർജ് ആണോ ആ ചാർജ് വിത്ത് സൈൻ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ചാർജും ആ പോയിന്റിനും എടുക്കുന്ന ഡിസ്റ്റൻസ്. ഇതാണ് ഡിസ്റ്റൻസ്. OA എത്രയാണ്? R1 is equal to 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡ് ബൈ R1 വാല്യൂ കണ്ടുപിടിച്ച് കിടക്കുന്നത് R plus A cos theta. എന്തോ ഇവിടെ
r plus a cos theta. അതുപോലെ പൊട്ടൻഷ്യൽ at O due to plus q എന്ത് പറയാം v2 എങ്ങനെയാണ് കോൺസ്റ്റന്റ് 1/4πε0 ഏത് ചാർജ് പ്ലസ് ക്യൂ അല്ലേ ഇപ്പൊ ക്യൂ പ്ലസ് കൊടുത്താൽ കുഴപ്പമില്ല ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് r2 ഈ ഡിസ്റ്റൻസ് പ്ലസ് ക്യൂ ഓ എന്നുള്ള ഡിസ്റ്റൻസ് r2 is equal to 1/4πε0 q divided by r2 വാല്യൂ എത്ര r minus a cos theta ആയി. ഇനി എന്താ ചെയ്യേണ്ടത് ടോട്ടൽ പൊട്ടൻഷ്യൽ at O due to dipole. അപ്പൊ ഡൈപോൾ ഓയിൽ ഇടുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ്. എന്ത് ചെയ്താൽ മതി രണ്ട് പൊട്ടൻഷ്യൽ ഉള്ളൂ ടോട്ടൽ ആഡ് ചെയ്യുക v is equal to v1 plus എന്താണ് v2. അപ്പൊ ഇത് രണ്ട് ആഡ് ചെയ്യുന്നേ ഇതിന് എളുപ്പം മാർഗം പറയാം നോക്കി രണ്ട് ആഡ് ചെയ്യുമ്പോൾ വേണേ എഴുതാം ഇതെന്താ ഉള്ളത് 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡ് ബൈ എന്താ r പ്ലസ് a cos theta പ്ലസ് v2 എത്ര 1/4πε0 q ഡിവൈഡ് ബൈ r മൈനസ് a cos theta ആണേ v is equal to ഈ രണ്ട് നോക്കുമ്പോഴേ ആരൊക്കെ കോമൺ ഉണ്ട് മോള് നോക്കുമ്പോൾ ആരൊക്കെ കോമൺ വരുന്നത് മോളൊരു ക്യൂ കോമൺ ആണ് ആണല്ലോ ക്യൂ ആ ക്യൂ ഒന്ന് പുറത്തെടുത്തേ താഴെ നോക്കിയാൽ കോമൺ 4πε0 രണ്ടിടത്തുണ്ട് അതൊന്ന് പുറത്തെടുത്തു ബാക്കി എന്താണുള്ളത് ഇവിടുന്ന് ക്യൂ പോയാൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട് -1 ഉണ്ട് മോളിൽ എന്തുണ്ട് -1 ഉണ്ട് -1 താഴെ ഇത് പുറത്തു പോയി ബാക്കി എന്താണത് r പ്ലസ് a cos theta. അടുത്ത് ഇവിടെ ഈ ക്യൂ പുറത്തെടുത്ത് ബാക്കി ഇവിടെ 1 ഉണ്ട് 1 നടുക്ക് പ്ലസ് ഉണ്ട് +1 ഉണ്ട് ഡിവൈഡ് ബൈ ഇത് പുറത്തു പോയി ബാക്കി എന്താണത് r മൈനസ് a cos theta. v is equal to q divided by 4πε0 ക്രോസ് ചെയ്യുക ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഒരു മൈനസ് ഉണ്ട് ഇപ്പൊ എന്താണ് r ഇൻറ്റു -1 അപ്പൊ എന്ത് കിട്ടി -r. അടുത്ത് മൈനസ് a cos theta ഇൻറ്റു -1 മൈനസ് എന്താവും പ്ലസ് ആവും പ്ലസ് എന്തായി പ്ലസ് a cos theta കഴിഞ്ഞു നടുക്ക് എന്താ ഉള്ളത് പ്ലസ്. ഇനി ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം എളുപ്പമാണ് 1 ആയതുകൊണ്ട് അത് തന്നെ കിട്ടും അപ്പൊ എന്തിനു കിട്ടി r പ്ലസ് a cos theta ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ഇത് ഏത് ഫോമിൽ ആയിരിക്കുന്നത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്താ കിട്ടുന്നത് a² മൈനസ് b². അപ്പൊ എന്താ എയുടെ സ്ഥാനത്ത് r അല്ലേ r² മൈനസ് ബിയുടെ സ്ഥാനത്ത് a cos theta അപ്പൊ എന്ത് കിട്ടും a² cos² theta ഇതിന്റെ സ്ക്വയർ. അപ്പൊ എന്താ കിട്ടുന്നത് അവിടെ നോക്കി അറിയാൻ പറ്റും -r ഉണ്ട് അത് കട്ടായി പോയി -r +r കട്ടായി ബാക്കി മുകളിൽ എന്താ ഉള്ളത് a cos theta എത്ര കിട്ടി 2a cos theta. ഇവിടെ ഇതൊക്കെ വായിക്കുകയാണേ അപ്പൊ അവിടെ എന്താ ഉള്ളത് v is equal to പുറത്ത് q by 4πε0 മുകളില് -r ആറും പോയി ബാക്കി a cos theta എത്ര കിട്ടി 2a cos theta ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്നത് ഈ r² കമ്പയർ ചെയ്യുമ്പോൾ a² cos² theta വളരെ ചെറുതാ അവിടെ നമ്മൾ എന്ത് ചെയ്തു നെഗ്ലക്ട് ചെയ്തു എന്ത് മാത്രം എഴുതി r² മാത്രം എഴുതി എന്താ റീസൺ എന്ന് പറഞ്ഞാൽ a² cos² theta is very small so neglected വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നെഗ്ലക്ട് ചെയ്തു ആരുമായി കമ്പയർ ചെയ്യുമ്പോൾ r² കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നെഗ്ലക്ട് ചെയ്തു കളഞ്ഞു. ഓക്കെ v is equal to ഇവിടെ ഈ q into 2a ഫസ്റ്റ് ആയിട്ട് പഠിച്ചു എന്താണ് ഈ q into 2a എന്ന് പറഞ്ഞ ചാർജ് ഇൻറ്റു ഡൈപോൾ നമുക്ക് എന്ത് കിട്ടും ഡൈപോൾ മൊമെന്റ് p. അപ്പൊ ഈ q ഉം 2a എന്ത് കിട്ടി p കിട്ടി q പോയെ ബാക്കി അവിടെ എന്തുണ്ട് 1/4πε0
ക്യൂവും 2a കൂടെ ചേർന്നുണ്ടായി പി ആയി. പിന്നെ അവിടെ എന്തുണ്ട്? കോസ് തീറ്റ ഡിവൈഡ് ബൈ എന്താണ്? ആർ സ്ക്വയർ. ഇതാണ് ഒരു O എന്ന പോയിന്റിൽ ഒരു ഡൈപോൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. എക്സാമിന് ചോദിച്ചതല്ല കേട്ടോ, ഇതിന്റെ സ്പെഷ്യൽ കേസാണ് ചോദിക്കുന്നത്. ഇതിന്റെ സ്പെഷ്യൽ കേസ് ഉണ്ട്, ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും ഉണ്ട്. അതാണ് അടുത്ത് പറയേണ്ടത്, അതാണ് കൂടുതലും ചോദിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ആ സ്പെഷ്യൽ കേസാണ് ഇമ്പോർട്ടന്റ്. സ്പെഷ്യൽ കേസ് ഓൺ ആക്സിയൽ ലൈൻ. അപ്പൊ ഈ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പഠിക്കുന്നതാണ്, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ മൈനസ് ക്യൂ, ഇവിടെ എന്താണ്? പ്ലസ് ക്യൂ. ഇതിൽ കൂടി കടന്നു പോകുന്ന ലൈനെ പറഞ്ഞ പേരാണ് ആക്സിയൽ ലൈൻ എന്ന് പറയും. ആക്സിയൽ ലൈൻ. അപ്പൊ ഇതിൽ കൂടി ലൈൻ കടന്നു പോകുന്നു. അപ്പൊ ആ ആക്സിയൽ ലൈനിലാണ് ഈ പോയിന്റ് വന്നാൽ, അപ്പൊ എവിടെയൊക്കെ വരാം പോയിന്റ്? ഈ പോയിന്റ് കറങ്ങി കറങ്ങി ഇവിടെ വരാം, ഇവിടെ വരാം. ഈ പോയിന്റ് O എന്ന പോയിന്റ് ഇവിടെ വരാം, അല്ലെങ്കിൽ O എന്ന പോയിന്റ് ഇവിടെ വരാം. രണ്ട് കേസും പറയണം. ആദ്യം ഇവിടെ വരുന്ന കേസ് പറഞ്ഞേ, ഇത് ഏത് ആക്സ് ആണ്? പോസിറ്റീവ് എക്സ് ആക്സ്. ഇത് നടുക്ക് സി ഒറിജിനെ കണക്കാക്കുകയാണെങ്കിൽ ഇതെന്താണ്? പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇതെന്താണ്? നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇവിടെ എന്തോരും? ഫസ്റ്റ് കേസ് എന്താണ്? ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്. എന്താ പ്രത്യേകത? നിങ്ങൾക്ക് ആംഗിൾ വേണം, ആംഗിൾ ആണ് ഇമ്പോർട്ടന്റ്. ഇത് നമ്മളെ പഠിക്കുന്നുണ്ട്. ഇതെത്ര? 0. ഇതെത്രയാണ്? ആംഗിൾ 90. ഇതെത്രയാണ്? 180. ഇതെത്രയാണ്? 270. വീണ്ടും കറങ്ങി ഇവിടെ എത്തിയാൽ 360. അത് നമുക്ക് വേണ്ട. ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എത്ര? 0. അപ്പൊ ഇവിടെ ഓൺ പോസിറ്റീവ് എക്സ് ആക്സ് തീറ്റ എത്രയാണ്? 0. കോസ് 0 വാല്യൂ എത്ര? 1. കോസ് 0 എത്രയാണ്? 1. അപ്പൊ അങ്ങനെ ഈക്വേഷൻ എന്തായി മാറും? V is equal to 1/4πε0 p. കോസ് തീറ്റ ഇല്ല, 1 ആയിട്ട് പോയി. ഡിവൈഡ് ബൈ എന്താണ്? ആർ സ്ക്വയർ. ഇതാണ് ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്. അതിന്റെ ബി പാർട്ട് എന്താ? ഓൺ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇവിടെ വരുന്നു പോയിന്റ്, ഇവിടെ വരുന്നു. ഇവിടെ വന്നാൽ എത്ര ആംഗിൾ വരുന്നത്? 180. അപ്പൊ തീറ്റ എത്ര? 180. കോസ് 180 വാല്യൂ എത്രയാണ്? -1. അപ്പൊ ഇത് എന്തായിട്ട് പോകും? -1 ആയിട്ട് പോകും. അപ്പൊ ആൻസർ എത്ര? V is equal to 1/4πε0 p into -1. ആ മൈനസ് ഇവിടെ കൊടുത്തു. ഡിവൈഡ് ബൈ എന്താണ്? ആർ സ്ക്വയർ. ഇതാണ് ഓൺ നെഗറ്റീവ് എക്സ് ആക്സ് ആണെങ്കിൽ. അടുത്ത് രണ്ടാമത്തെ കേസ് ഇക്വിറ്റോറിയൽ. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ നമ്മളെ പെർപെൻഡിക്കുലർ ഡൈപോളിന് നോർമൽ ആയിട്ടുള്ള ലൈൻ. രണ്ട് പോസിബിലിറ്റിയാ, ഒന്ന് ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. ഇവിടെ വന്നാൽ ആംഗിൾ 90, ഇവിടെ വന്നാൽ ആംഗിൾ 270. അപ്പൊ ആംഗിൾ രണ്ട് പോസിബിലിറ്റി ആണ്, ഒന്നുകിൽ 90 അല്ലെങ്കിൽ 270. കോസ് 90 ആയാലും കോസ് 270 ആയാലും വാല്യൂ എത്രയാണ്? 0. വാല്യൂ 0. അപ്പൊ ഇത് 0 ആണ്. 0 × p എത്ര കിട്ടി? 0. പൊട്ടൻഷ്യൽ 0. ഇത് സ്ഥിരമായി 1 എന്ന് ചോദിക്കുന്നതാണ്. ഇക്വിറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ എന്താണ്? 0 ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് കേട്ടോ. ഇത്രേ ഉള്ളൂ.